RSS ശാഖയിൽ ലൈംഗിക അതിക്രമം നേരിട്ടെന്നാരോപിച്ച് അനന്തു അജി എന്ന യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ തുടരന്വേഷണം പൊൻകുന്നം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. ആരോപണ വിധേയനായ നിതീഷ് മുരളീധരൻ എന്നയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കില്ല എങ്കിലും ലൈംഗിക പീഡന കുറ്റം ചുമത്താം എന്നാണ് ലഭിച്ച നിയമോപദേശം. കേസിൽ അന്വേഷണം നടക്കട്ടെയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. BJP നിലപാട് ഞാൻ പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് RSS ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട്. RSS അതിനുവേണ്ടി ഇൻവെസ്റ്റിഗേഷൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ നടക്കണം. എല്ലാ വിഷയം വലിയ വിഷയങ്ങളാണ്, അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, ഇതിൽ RSS തന്നെ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്വേഷണം നടക്കട്ടെ എന്നുള്ളതാണ് BJPയുടെയും നിലപാട്. മറ്റൊന്ന്, ഈ നിയമോപദേശവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഇത് പൊൻകുന്നം സ്റ്റേഷനിലേക്ക് കൈമാറണം എന്നുള്ള നിയമോപദേശം കിട്ടിയിരുന്നു. അതിന്റെ ഭാഗമായുള്ള നടപടികൾ ഉണ്ടാകുന്നു. ചുമത്തുന്ന വകുപ്പുകളുടെ കാര്യത്തിൽ വ്യക്തത വരുന്നുണ്ടോ ഉമേഷ് ബാലകൃഷ്ണൻ? നിലവിൽ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട കേസ് തിരുവനന്തപുരത്ത് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ തന്നെയായിരിക്കും. പക്ഷേ അനന്തു നടത്തിയ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് താൻ ചെറുപ്പത്തിൽ തന്നെ നിരവധി തവണ ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടുണ്ട്, അതും RSS ക്യാമ്പിൽ വെച്ച് ഇരയായിട്ടുണ്ട് എന്ന് നടത്തിയിരുന്നു. അതിൽ കൂടാതെ നിതിൻ മുരളീധരൻ എന്ന ഒരാളുടെ പേര് കൂടി പറഞ്ഞിരുന്നു. എന്നാൽ ഇതിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ആ വെളിപ്പെടുത്തലിൽ എടുക്കാൻ കഴിയില്ല. പക്ഷേ പ്രകൃതി വിരുദ്ധ ലൈംഗിക ചൂഷണം നടത്തിയ വിഷയത്തിൽ കേസെടുക്കാം. അത് കേസെടുക്കേണ്ടത് ആ സംഭവം നടന്ന പൊൻകുന്നം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. അതുകൊണ്ടാണ് ഈ നിയമോപദേശം ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ തമ്പാനൂർ പോലീസ് പൊൻകുന്നം പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രകൃതി വിരുദ്ധ ലൈംഗിക ചൂഷണം നടത്തിയതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അനന്തുവിനെ ചികിത്സിച്ച സൈക്കാട്രിസ്റ്റിന്റെ മൊഴിയും ഇതുമായി ബന്ധപ്പെട്ട് തമ്പാനൂർ പോലീസ് എടുത്തിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയും ചെയ്തത്. TK രജിത. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.